ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രേഷ്മയാണ് കേട്ടോ. അപ്പം ഇന്ന് നമുക്കൊരു കുറുക്കിൽ നിന്ന് തന്നെ ആരംഭിക്കാമെന്ന് കരുതി. അപ്പോൾ ഈ കുറുക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ കുറുക്കാണ്. അതേപോലെ തന്നെ നമുക്ക് നന്നായിട്ട് വയറ് ഫില്ലായിട്ടൊക്കെ ഇരിക്കും. നമുക്ക് വലിയവർക്കും അതേപോലെ തന്നെ കുറേ നേരം ഇങ്ങനെ വയറ് നല്ല ഫില്ലായിട്ടൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സൂപ്പർ ഒരു കുറുക്കാണ്. അപ്പോൾ ഇതിന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നേരത്തെ എൻ്റെ ചാനലിൽ കുറുക്കുണ്ടാക്കുന്ന ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒന്നും കൂടി ഞാൻ പറയാം. ഞാനിത് ചെയ്തേക്കുന്ന ഗോതമ്പ് പൊടിക്കകത്താണ് ചെയ്തേക്കുന്നത്. നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഒരു സ്പൂൺ ഗോതമ്പ് പൊടി എടുക്കുന്നെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം, അങ്ങനെയുള്ള രീതി വേണം നമ്മളിത് എടുക്കാൻ. ആ ഒരു കൂടുതൽ നമ്മൾ എടുക്കുന്ന പൊടിയേക്കാളും ഇരട്ടി വെള്ളം വെച്ച് നമ്മൾ വേവിച്ച് അത് വറ്റിക്കണം. വറ്റിച്ച് കഴിയുമ്പോൾ അതിങ്ങനെ കുറുകി വരുന്ന പരുവാകുമ്പോൾ നമ്മൾ വേറൊരു പാത്രത്തിൽ ശർക്കര പാനി കാച്ചി വെച്ചേക്കണം. ആ പാനിയും കൂടി ഇതിനകത്ത് ഒഴിച്ചിട്ട് വീണ്ടും ആ ശർക്കര പാനിയും ഗോതമ്പ് കുറുക്കും കൂടി ഒന്നും കൂടി ഒന്ന് വെന്ത് വീണ്ടും നമ്മുടെ കുറുക്ക് പരുവായി വരുമ്പോഴത്തേനും നമ്മൾ കുറച്ച് ഏലക്ക ചതച്ചതും പിന്നെ കുറച്ച് തേങ്ങയും കൂടി ഇട്ടെടുക്കുകയെന്നുണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ വയറ് നല്ല ഫില്ലാവാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു കുറുക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് വലിയവർക്കും കഴിക്കാം. ഡയറ്റൊക്കെ നോക്കുന്നവർക്കാണെങ്കിൽ ഇങ്ങനെ ഒന്നും ഉണ്ടാക്കി കഴിക്കുകയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വയറ് നിറഞ്ഞിങ്ങനെ കുറേ നേരം ഇങ്ങനെ ഫില്ലായിട്ടിരിക്കും. അപ്പോൾ പിന്നെ ഇന്ന് നമുക്ക് ചീനി ഉണ്ടായിരുന്നു. നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലൊരു ചേച്ചി നമുക്ക് ചീനി തന്നായിരുന്നു. നമ്മുടെ വീട്ടിലെ ചീനിയൊന്നും കൃഷി ചെയ്യുന്നവരാരുമില്ല. മലനടയിൽ ചാച്ചനേ ഉള്ളല്ലോ കൃഷി ചെയ്യുന്നത്. അപ്പം പാവുമ്പയിൽ അങ്ങനെ ഇപ്പോൾ ആരും കൃഷി ചെയ്യുന്നവരില്ല. അപ്പോൾ നമ്മുടെ അപ്പുറത്തുള്ള വീട്ടിലെ ചേച്ചി തന്ന ചീനിയാണ്. അപ്പോൾ പാർത്ഥൻ ഇടയ്ക്ക് വന്നേന്ന് പറഞ്ഞാൽ അവൻ കുറുക്കും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് അവൻ കളിക്കാൻ പോകാനുള്ള ഒരു തയ്യാറെടുപ്പിൽ വന്നതാണ്. ഇപ്പം വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ വീട്ടിലൊന്നും ഇരിക്കത്തില്ലല്ലോ. അവർ കൂട്ടുകാരുടെ കൂടെ കളിയും ചാട്ടവും ഓട്ടവും ഒക്കെയാണല്ലോ. അപ്പം അങ്ങനെ അയാൾ ഞാൻ പോവാമെന്നും പറഞ്ഞിട്ട് പോയതാണ്. അപ്പം നമുക്ക് ചീനിയൊക്കെ നന്നായിട്ട് പൊളിച്ചെടുക്കാം. പിന്നെ ചീനി പൊളിച്ചെടുത്ത് നമുക്ക് കുറച്ച് ഇന്ന് ഞാനിങ്ങനെ പുറം പണിയായിട്ടൊന്നും അങ്ങനെ ഞാൻ എടുത്തിട്ടില്ല. എൻ്റെ പാചകങ്ങൾ മാത്രമാണ് ഞാൻ ഇന്നത്തെ വ്ലോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ ഇച്ചിരി ലോങ് ആയിട്ടുള്ള വീഡിയോയും കൂടെയാണ്. പിന്നെ ഒരുപാട് ആളുകൾ ലൈവിൽ വന്നും അല്ലാതെ കമൻറ്റും ഒക്കെ ഇടുന്നുണ്ട് എൻ്റെ വീഡിയോയ്ക്ക് ലെങ്ത്ത് കുറവാണെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ലെങ്ത്ത് കുറവെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ കപ്പാസിറ്റിയുടെ അനുസരിച്ച് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്തിടാൻ പറ്റത്തുള്ളൂ. സ്റ്റോറേജ് ഫുള്ളാവുകയൊക്കെ ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ നെറ്റ് നമുക്ക് പരിമിതമാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള വീഡിയോസാണ് ഞാൻ ഇടുന്നത്. നമ്മൾ ഇനിയുള്ള വീഡിയോസൊക്കെ നന്നായിട്ട് ലെങ്ത്ത് കൂട്ടി നമുക്ക് എടുക്കാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് കണ്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം, ഒന്ന് ക്ഷമിക്കണം. അപ്പം നമ്മുടെ ചീനിയൊക്കെ നന്നായിട്ട് നമ്മൾ അരിഞ്ഞു. ഇവിടെ നമ്മൾ ചീനി എന്നാണ് പറയുന്നത്. നമ്മളെ കൊല്ലം ഏരിയയിലൊക്കെ ചീനി എന്നാണ് പറയുന്നത്. കപ്പ എന്നങ്ങനെ അധികം ആരും പറയത്തില്ല. അപ്പോൾ നമ്മുടെ ചീനി നന്നായിട്ട് നമ്മൾ അരിഞ്ഞൊരു 2-3 വെള്ളമൊക്കെ കഴുകി നമ്മൾ അടുപ്പിലേക്ക് വെക്കാമെന്ന് കരുതി. ഞാൻ ഗ്യാസിൽ തന്നെയാണ് വെച്ചത് കേട്ടോ. അടുപ്പ് കത്തിച്ചില്ല. രാവിലെ അടുപ്പ് കത്തിച്ച് തീയെല്ലാം കെട്ടതാണ്. ഇനി വീണ്ടും കത്തിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഗ്യാസിൽ തന്നെയാണ് നമ്മൾ വെച്ചത്. അപ്പോൾ ചീനിയൊക്കെ അടുപ്പിൽ വെച്ചതിന് ശേഷം കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി എന്നാൽ പാത്രമൊക്കെ ഒന്ന് കഴുകി എടുക്കുമ്പോഴത്തേക്കിനും ചീനി വേവുന്ന ആ ഒരു പരുവാകുമല്ലോ. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ചീനിക്ക് നല്ല വേവുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം അതിങ്ങനെ കിടന്ന് വേവണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ നേരം ഇങ്ങനെ കിടന്ന് അത് വെന്തിട്ടും അത് നമുക്ക് പുരട്ടിയിട്ട് ആ ഒരു സാധാരണ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടിയിട്ടില്ലായിരുന്നു. ഭയങ്കരമായിട്ടും തോരൻ പോണക്ക് കിടക്കുന്ന ഒരു ചീനിയായിപ്പോയി. നന്നായിട്ട് വെന്ത് കുഴയുന്ന ഒരു ചീനിയല്ലായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മുടെ പാത്രം കഴുകൊക്കെ ഞാനിങ്ങനെ നടത്തിക്കൊണ്ടേ ഇരിക്കണം. നമുക്ക് എന്നും കാണും ഇതേ പോണക്ക്. കുറച്ച് പാത്രങ്ങളെ കാണത്തുള്ളൂ. കാരണം എന്നും വൈകിട്ട് നമ്മൾ കഴുകി വെക്കുന്നതായതുകൊണ്ട് രാവിലെ നമുക്കങ്ങനെ അധികം പാത്രങ്ങളൊന്നും കഴുകാൻ കാണത്തില്ല. അങ്ങനെ പിന്നെ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി നമുക്ക് അതിൻ്റേതായ സ്ഥാനത്ത് നമ്മൾ കൊണ്ടുവന്ന് വെച്ചില്ലെങ്കിൽ പിന്നെ പാത്രം കഴുകുന്നതിൽ നിന്ന് എന്താണ് പ്രസക്തി അല്ലേ? പാത്രം കഴുകുന്നു, തുണി കഴുകുന്നു, ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ അടുക്കി പറക്കി വെക്കാമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വൃത്തിക്കും മെനയ്ക്കും ഒക്കെ വെക്കുമ്പോൾ അത് കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട്. അപ്പം നമുക്ക് വീണ്ടും നമുക്ക് പാത്രം കഴുകാനായാലും തുണി കഴുകാനായാലും എല്ലാം ചെയ്യാനായാലും ഒരു പ്രചോദനം ഉണ്ടാവും. അത് അതിൻ്റേതായ രീതിയിൽ അടുക്കി പറക്കി വെക്കുമ്പോൾ അല്ലേ. അപ്പം ഞാനിങ്ങനെ പാത്രങ്ങളൊക്കെ അതിൻ്റേതായ സ്ഥാനത്ത് കൊണ്ടുപോയി അടുക്കി പറക്കി വെക്കുകയാണ്. അപ്പം ഒരുവിധം പാത്രം കഴുകലും കാര്യങ്ങൾ അധികം ഒന്നും ഇല്ലായിരുന്നു, കുറച്ചേ ഉള്ളായിരുന്നു. അങ്ങനെ ഒരുവിധം പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു. പിന്നെ അണ്ണൻ വീട്ടിലുണ്ട്. അണ്ണൻ ജോലിക്ക് പോയില്ല, ജോലിയില്ല അവർക്ക്. കഴിഞ്ഞൊരു ദിവസത്തെ വീഡിയോയ്ക്കകത്ത് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൻ്റെ കാരണത്താൽ അവർക്ക് ജോലിയില്ല. ഇനിയിപ്പോൾ 2 ദിവസമൊക്കെ എടുക്കും ജോലിയും കാര്യങ്ങളൊക്കെ വരാൻ. മരണമൊക്കെ കഴിഞ്ഞതല്ലേ ഉള്ളൂ. എന്നിട്ട് പിന്നെ നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമായിരുന്നു. അവിടെ ശരിക്കും പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചീനിയുടെ മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് തൂത്ത് തുടച്ച് വൃത്തിയാക്കി. പിന്നെ ഈ ചീനിക്കകത്തുനിന്ന് എനിക്ക് പണി കിട്ടിയെന്ന് പറഞ്ഞാൽ ഈ ചീനിയാണെങ്കിൽ ഊറ്റയുള്ള ചീനിയാട്ടോ. നമ്മുടെ ഇവിടെയൊക്കെ ആണെങ്കിൽ പറയുന്നത് ഊറ്റേന്നാണ്. അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചീനി വേവിച്ച് കഴിഞ്ഞാലും പുഴുങ്ങിക്കഴിഞ്ഞാലും ചില ചീനിക്ക് കയ്പ്പ് കാണും കഴിക്കുമ്പം. അതിന് നമ്മുടെ നാട്ടിൽ പറയുന്നത് ഊറ്റ
ഊറ്റയുള്ള ചീനി എന്നാണ് പറയുന്നത്. ഊറ്റ കൂടുതൽ ചീനിക്കട്ടിനൊക്കെ ഊറ്റയെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് 2 പ്രാവശ്യം വെള്ളം ഒഴിച്ച് തിളപ്പിച്ചാണ് വേവിച്ചെടുത്തത്. അപ്പം അങ്ങനെ കുറേ നേരം അങ്ങനെ വേവിക്കേണ്ടി വന്നു. എന്നിട്ടും നന്നായിട്ട് വെന്ത് കിട്ടിയില്ല. അതിൽ പിന്നെ കുറച്ച് തേങ്ങയൊക്കെ തിരുമ്മി എടുക്കാം. മീൻ കിട്ടിയിട്ടുണ്ട്. നമുക്ക് മീൻ കറി വെക്കാനും വേണം, നമ്മുടെ ചീനിക്ക് അരപ്പിടാനും വേണം. ഞാൻ ചീനിക്ക് അരപ്പിടുന്നതും ഇത് തേങ്ങ ചേർത്താണ്. അത് പ്രത്യേക ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ തേങ്ങയും മഞ്ഞൾപ്പൊടിയും ജീരകപ്പൊടിയും പിന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിലയും കൂടി ഇട്ടിട്ടാണ് നമ്മളിത് ചീനി പുരട്ടുന്നത്. നമ്മുടെ ചക്കയ്ക്ക് പുരട്ടുന്നത് കണക്ക് തന്നെയാണ്. പിന്നെ ചീനി പുരട്ടുന്ന തുടുപ്പ് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അതുകൊണ്ട് തന്നെ ദോശയുടെ ആ ഒരു തവി ഉണ്ടല്ലോ, തടിയുടെ തവി, അത് വെച്ച് ഞാൻ ചീനി പുരട്ടാമെന്ന് കരുതി. അതാവുമ്പം ഒന്ന് കുഴഞ്ഞ് കിട്ടുമല്ലോ, ഒരുവിധമെങ്കിലും കുഴഞ്ഞ് കിട്ടുമല്ലോ. എന്നിട്ടും കുഴഞ്ഞ് കിട്ടിയില്ല. പിന്നെ ഞാനാണെങ്കിൽ മീൻ വെട്ടാനായിട്ടിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിലെ കുറേ അന്തേവാസികളുണ്ടല്ലോ, പുതിയ താമസക്കാരും സ്ഥിര താമസക്കാരും ഒക്കെ. അപ്പോൾ അവരെയൊക്കെ ഇങ്ങനെ വിളിച്ചടുത്തിരുത്തി അവർക്ക് കൊടുക്കാനുള്ളതൊക്കെ കൊടുക്കുകയും മീൻ വെട്ടുകയൊക്കെ ചെയ്യുകയാണ്. പാർത്തമ്മ വന്നില്ല. പിന്നെ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ 2 ഇടത്തെ വീഡിയോ ആയിരിക്കും കാണിക്കുന്നത് കേട്ടോ. നമ്മൾ പാവുമ്പേന്നും നമ്മൾ മലനടയിലേക്ക് വന്നായിരുന്നു. അപ്പം മലനടയിലേക്ക് വരുന്ന വീഡിയോ ഒന്നും എടുത്തില്ല, റെഡിയാവുന്ന വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തില്ല. പിന്നെ ഇവിടെ വന്നിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. എല്ലാം കൂടെ കാണിക്കുമ്പോൾ നിങ്ങൾക്കതൊരു ബോറായാലോ എന്ന് കരുതിയാണ് ഞാൻ അങ്ങനെ ഉൾപ്പെടുത്താതെ കുറച്ചായിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. അങ്ങനെ പിന്നെ നമ്മൾ മീനൊക്കെ വെട്ടി അകത്ത് കയറി. പിന്നെ പുളിക്ക് മീൻകറിയുടെ പുളിക്കായിട്ട് ഞാൻ ഇട്ടേക്കുന്നത് നമ്മുടെ ഇലമ്പിപ്പുളിയാണ്. നമ്മുടെ മുറ്റത്ത് ഇഷ്ടം പോലെ ഉണ്ടായതുകൊണ്ട് നമുക്ക് മീൻകറിക്കകത്ത് ഇടാൻ നമുക്ക് ക്ഷാമമില്ല അത്. അപ്പം തേങ്ങ അരച്ച് വെക്കുന്ന മീനകത്ത് അത് ഇടാമല്ലോ. പിന്നെ ഉണ്ടമുളക് തീർന്നിട്ടില്ല, നമ്മൾ മലനടയിൽ നിന്ന് കൊണ്ടുവന്ന ഉണ്ടമുളക് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ മീൻ കറിക്ക് അരച്ച് വെച്ചിരുന്ന അരപ്പും എല്ലാം കൂടി ഇട്ടു. പിന്നെ മീനും കഷ്ണങ്ങളാക്കി ഇട്ടിരുന്നത് അതും പറക്കി അരപ്പിനകത്തിട്ടിട്ട് നമ്മളത് അടുപ്പിലേക്ക് വെക്കുകയാണ് കേട്ടോ. പിന്നെ ഈ മീനെന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണനയിലയായിരുന്നു. നമ്മുടെ അവിടെ ഈ അയിലയുടെ തന്നെ വേറൊരു തരം മീനായത് കേട്ടോ. അപ്പം നമ്മുടെ ഇവിടെയൊക്കെ ഇതിനെ കണ്ണനയിലെന്ന് പറയും. നിങ്ങളുടെ ഇവിടെയൊക്കെ എന്ത് പേരായിരിക്കും പറയുന്നതെന്നൊന്നും നമുക്കറിയത്തില്ല. നമ്മുടെ നാട്ടിലെ പേര് പറഞ്ഞു. പിന്നെ 2-3 മീനെടുത്ത് ഞാൻ വറക്കാനായിട്ട് എടുത്തു. അപ്പോൾ വറക്കാനുള്ള നമ്മുടെ ആ മസാല തീർന്നിട്ട് കുറേ ദിവസങ്ങളായി. പിന്നെ എനിക്ക് പറ്റിയില്ല. ഇനി അത് ഉണ്ടാക്കി വെക്കണമെങ്കിൽ നല്ല ടേസ്റ്റാണ് ആ മീൻ അങ്ങനെ ആ മസാല ചേർത്ത് മീൻ വറക്കുമ്പോൾ. പിന്നെ അങ്ങനെ നമ്മൾ വറക്കാനുള്ള പൊടികളെല്ലാം ചേർത്ത്, എല്ലാവർക്കും അറിയാമല്ലോ, മുളക് പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഉലുവാപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് പുരട്ടി ഒരു ഇച്ചിരി നേരം വെച്ചിട്ട് പിന്നെ നമ്മൾ ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നമ്മൾ കഷ്ണങ്ങൾ നമ്മൾ അരപ്പ് ചേർത്ത് വെച്ചേക്കുന്ന നമ്മുടെ മീനെല്ലാം പറക്കി വെക്കുക. വറുത്ത് തിരിച്ചും മറിച്ചും വറുത്തിട്ടെടുക്കുക. അതാണ്. പിന്നെ നമ്മുടെ മീൻകറി വെന്തിട്ടുണ്ട്. ഇനി മീൻകറിക്ക് നമ്മൾ ഒന്ന് കടുക് വറുത്തൊഴിക്കണം. അത്രയേ ഉള്ളൂ. അത്രയും കൂടെ കഴിഞ്ഞ് പണിയെല്ലാം കഴിയും. അപ്പോൾ അങ്ങനെ മീൻകറിക്ക് കടുവൊക്കെ വറുത്തൊഴിച്ചു. അത്രയൊക്കെ ഉള്ളായിരുന്നു എൻ്റെ അടുക്കള ജോലി എന്ന് പറഞ്ഞാൽ. പാചക ജോലി എന്ന് പറഞ്ഞാൽ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതെല്ലാം ഒന്ന് പകർന്ന് അവിടെ കൊണ്ട് വെക്കണമായിരുന്നു. ഞാൻ അതെല്ലാം ചെയ്തു. നമുക്ക് ഉച്ചക്കത്തേക്ക് ചോറ്, മീൻകറി, മീൻ വറുത്തത്, ചീനി വേവിച്ചത്, പിന്നെ വാഴയ്ക്ക തോരന്, മാങ്ങാച്ചാർ, ഇത്രയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഇതെല്ലാം നമ്മൾ പകർന്നു കൊണ്ടുവന്ന് വെക്കുകയാണ്. പിന്നെ പകർന്ന പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകണം, അത്രയേ ഉള്ളൂ. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചതിന് ശേഷം അണ്ണന് ചോറ് കൊടുത്തു. പിന്നെ ഈ വറുത്ത മീനിൻ്റെ ചട്ടി കണ്ടപ്പോൾ എനിക്ക് കഴിക്കാതിരിക്കാൻ വയ്യ. എനിക്ക് ഭയങ്കരമായിട്ട് കൊതിയായിപ്പോൾ. ഇത് ഈ വറുത്ത മീനിൻ്റെ ചട്ടിക്ക് ഇവിടെ പിടിച്ചുപറിയാണ് അണ്ണനും പാർത്തിനും. അപ്പോൾ ഇവർ രണ്ടുപേരും ചോദിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ അതിനകത്ത് കുറച്ച് ചോറിട്ട് കഴിക്കാമെന്ന് കരുതി. കാരണം അത്രയ്ക്ക് കൊതിയായിപ്പോയി, പിടിച്ച് നിൽക്കാൻ വയ്യ കേട്ടോ. അപ്പം ഞാൻ ഇച്ചിരി ചോറ് കഴിക്കുകയാണ്. വേറെ കറിയൊന്നും കൊടുത്തില്ല. മീൻ വറുത്ത ചട്ടിക്കകത്ത് ചോറും ഇച്ചിരി ചീനിയും പിന്നെ മാങ്ങാച്ചാറുമാണ് ഇട്ടത്. അപാര ടേസ്റ്റാണ് അളിയാ, അപാര ടേസ്റ്റ്. നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റായിപ്പോയി. അപ്പോൾ ഞാൻ കഴിച്ചു. പിന്നെ വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്കിനും ഞങ്ങൾ വീട്ടിലേക്ക് പോരുന്നു കേട്ടോ, മലനടയിലേക്ക്. അപ്പോൾ രാത്രിയായി. അപ്പം മലനടയിലെത്തി. ഇവിടെ അമ്മയുണ്ട്. അമ്മ ചീനി അരിയുന്നു. ചാച്ചൻ ചീരയൊക്കെ കൊണ്ടുവന്ന് വെച്ചേക്കുന്നു. അപ്പം ഇനി അടുത്ത വീഡിയോ വ്ളോഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മലനടയിലെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും സ്നേഹപൂർവ്വം രേഷ്മ.